ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലൂടെയാണ്. ഈ കാണുന്നതാണ് ചെന്നൈ കോർപ്പറേഷൻ. ഇപ്പം ഞാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിട്ടുള്ള കോയമ്പേട് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ. അപ്പോഴങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കോയമ്പേട് ഇവിടെ നിന്ന് 9 കിലോമീറ്റർ. ഇവിടെ നിന്ന് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്കൊക്കെ ആയിട്ട് കുറച്ച് താമസിക്കുമെന്നാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് മെട്രോയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് പോകാം. പ്രത്യേകിച്ച് കോയമ്പേട് ബസ് സ്റ്റാൻഡ് കാണാൻ വേണ്ടി മാത്രമല്ല, ആ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്കതും കൂടെ പോയി കണ്ടിട്ട് വരാം. എന്തായാലും നമുക്ക് കോയമ്പേട് ലക്ഷ്യമിട്ട് പോകാം. ഇപ്പം സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ MGR റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് MGR റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മെട്രോയിൽ കയറി കോയമ്പേടോട്ട് പോകാം. ഈ ചെന്നൈയിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? സാധാരണ മെട്രോ ഉള്ള സ്ഥലങ്ങളിൽ മെട്രോ മുകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഒരു ബ്രിഡ്ജൊക്കെ ചെയ്തിട്ട് മുകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇവിടെ അണ്ടർഗ്രൗണ്ടാണ്. ഇതാ കണ്ടില്ലേ, ആൾക്കാരെല്ലാം നടന്ന് എസ്കലേറ്റർ വഴി താഴോട്ട് പോകുന്നത്. ഇതുവഴിയാണ് മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നത്. ഇത് സബ്വേയും കൂടിയാണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്വേയും കൂടിയാണിത്. ഇതപ്പുറത്തേക്ക് ആൾക്കാർ പോകുന്നത്. ഇതിന് മുകളിൽ കൂടെ റോഡുണ്ട്. ഞാൻ നടന്നു വന്ന റോഡില്ലേ, കോർപ്പറേഷന് മുന്നിലൂടെയുള്ള റോഡ്, ആ റോഡാണ് ഇതിന് മുകളിലൂടെ പോകുന്നത്. മെട്രോയുടെ അനൗൺസ്മെൻ്റ് ആയി കേൾക്കുന്നത്. ഇവിടെയായിട്ട് മെട്രോയുടെ റൂട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഞാൻ കോയമ്പേട് മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോ ഇറങ്ങിയിരിക്കുവാണ്. കൂടുതലും അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഈ മെട്രോ വരുന്നത്. അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാനൊന്നും പറ്റത്തില്ല. കണ്ണാടി കൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മളെ തന്നെ നമുക്കിങ്ങനെ കാണാം, പുറത്ത് ഇരുട്ടായതുകൊണ്ടേ. പിന്നെ ഈ കോയമ്പേട് എത്താറാകുമ്പോഴത്തേക്കും പുറമേയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കാണാം. അപ്പോഴിതാ ഇവിടെ സ്മാർട്ട് ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സാധാ സൈക്കിളും ഉണ്ട്. പിന്നെ ഇത് സ്മാർട്ട് ബൈക്കാണ്. അതിൽ QR കോഡെല്ലാം കാണിച്ചിട്ടുണ്ട്. സ്മാർട്ട് ബൈക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിനുള്ള QR കോഡും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ആ ഒരു സംവിധാനമെല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാരൊന്നും ഇത് ചൂസ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. ആ പൊടിയൊക്കെ അടിച്ചിരിക്കുന്ന കണ്ടില്ലേ, സീറ്റെല്ലാം പൊടിയാണ്. നമ്മൾ കോയമ്പേട് മെട്രോ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ കോയമ്പേട് വന്നപ്പോഴത്തേക്കുമാണ് ഒരു മെട്രോ സ്റ്റേഷൻ ഉള്ളതായിട്ടൊരു തോന്നിയത്. ഇതാ കണ്ടില്ലേ, നേരത്തെ നമ്മൾ ചെന്നൈയിലൊക്കെ നിന്നപ്പോഴത്തേക്കും, ഇതും ചെന്നൈ തന്നെയാണ്, പക്ഷേ എന്നാലും ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കും അണ്ടർഗ്രൗണ്ടിൽ കൂടെ അല്ലേ മെട്രോ പോകുന്നത്. അതുകൊണ്ടൊരു മെട്രോ സ്റ്റേഷൻ ഉള്ളതിൻ്റെ ഒരു ഫീല് തോന്നിയില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ഒരു മെട്രോ ഫീല് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ, മുകളിലൂടെ മെട്രോ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും 2 കിലോമീറ്ററാണ് കോയമ്പേട് ബസ് സ്റ്റാൻഡ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നടക്കുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് 2 കിലോമീറ്റർ നടക്കേണ്ടി വരും. അതിനെക്കാട്ടി നമുക്ക് ഇവിടെ നിന്ന് റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്, റാപ്പിഡോ. അതിൽ ബൈക്കും ഓട്ടോയും എല്ലാം ഉണ്ട്. നോക്കാം, നമുക്ക് റാപ്പിഡോ ബുക്ക് ചെയ്ത് നോക്കാം. കോയമ്പേട് CMBT ബസ് സ്റ്റാൻഡ്, അതാണ് ഞാൻ പോകുന്ന ബസ് സ്റ്റാൻഡ്. ബൈക്കിൽ പോകുന്നതിന് 30 രൂപയാണ് ചാർജ്, ഓട്ടോയ്ക്ക് 89 രൂപ. ക്യാബ് എക്കോണമി ഉണ്ട് എന്ന് പറയുമ്പോൾ കാറ്. ബൈക്ക് പിങ്ക്, ലേഡീസിന് വേണ്ടിയിട്ടുള്ളതിന് 46 രൂപ. അപ്പോൾ നമുക്ക് ബൈക്ക് 30 ബുക്ക് ചെയ്യുവാണ്. കൺഫേം പിക്കപ്പ്. അങ്ങനെ നമ്മൾ പൾസർ ബൈക്കിലാണ് പോകാൻ പോകുന്നത്. 7 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. യെസ്, നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. പൾസർ ഒന്ന് കാണിച്ചിട്ട് ഡിസ്കവർ ആണല്ലോ വന്നത്. അങ്ങനെ നമുക്ക് ഹെൽമെറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബൈക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ വന്നിറങ്ങിയത് കോയമ്പേട് ബസ് സ്റ്റാൻഡിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും മെട്രോ സ്റ്റേഷൻ കണ്ടു. ഇതാ കണ്ടില്ലേ, ഇതാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോയിൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാമായിരുന്നു, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇനി അടുത്ത തവണ വരുമ്പോൾ മെട്രോയിൽ ഇവിടെ വരെ വന്നിറങ്ങാം. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിനകത്തോട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എയർപോർട്ടിൻ്റെ വലിപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത്. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? എങ്കിലും വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഏഷ്യയിലേക്ക് ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തുമാത്രം വലിപ്പം കാണുമെന്ന്. ഈ ഭാഗത്തായിട്ടൊക്കെ ദൂരോട്ട് പോകുന്ന ബസ്സുകളാണ് കിടക്കുന്നത്. ദൂരോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ. കാഞ്ചീപുരം പോകുന്ന ബസ് നിൽക്കുന്ന സ്ഥലമാണിത്. കാഞ്ചീപുരം പോകാമായിരുന്നു, പക്ഷേ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല. ബാഗെല്ലാം അവിടെ ഇരിക്കുവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് കാഞ്ചീപുരം പോകാമായിരുന്നു. നമുക്ക് പോകാം, ഇനിയും സമയമുണ്ടല്ലോ. ഇവിടെ പുതുച്ചേരി പോകുന്ന ബസ് നിൽക്കുന്ന സ്ഥലമാണ് പോണ്ടിച്ചേരി. ഞാനിവിടെ ബസ്സുകളൊന്നും കാണാത്തതുകൊണ്ട് ഞാനിവിടുത്തെ കണ്ടക്ടറോട് ചോദിച്ചു,
എന്താ സംഗതി ഇവിടെ ബസ്സൊന്നും ഇല്ലാത്തത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണല്ലോ, ബസ്സൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ബസ്സുകളെല്ലാം കീളമ്പാക്കം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലോട്ട് പോയിരിക്കുവാണ്. എന്ന് വെച്ചാൽ അവിടെ പുതിയ ബസ് സ്റ്റാൻഡ് പണിഞ്ഞിരിക്കുവാണ്. ഇപ്പോഴും മെയിനായിട്ട് ബസ്സുകളെല്ലാം അവിടെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്കിനി കിളമ്പാക്കം ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. എന്തായാലും കൊള്ളാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ്, ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്ന കാണിക്കാന്നുള്ള പ്രതീക്ഷയല്ല ഞാനിങ്ങോട്ട് വന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ആയിപ്പോയി അവസ്ഥ. എന്തായാലും നമുക്ക് കിളമ്പാക്കത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ ലോങ് പോകുന്ന ബസ് നിൽക്കുന്ന ഭാഗത്തുനിന്നും ലോക്കൽ ബസ് നിൽക്കുന്ന ഭാഗത്തോട്ട് വന്നിരിക്കുവാണ്. ഇതാ ഒരു കിളമ്പാക്കം ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ കിളമ്പാക്കം ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ബസ്സിൽ കയറിയത്. പക്ഷേ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും രാത്രിയാവും, 7 മണിയാവും. അതുകൊണ്ട് ഞാൻ കിളമ്പാക്കം ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നില്ല. ഞാനിവിടെ ഇറങ്ങി. ഈ സ്ഥലം വടപളനി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വടപളനി അമ്പലമുണ്ട്, വടപഴനി അമ്പലം. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ച് നേരെ പോകുമ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ട് വഴിയുണ്ട്. അതാണ് വടപഴനി അമ്പലം. അങ്ങനെ വടപഴനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്വിസ്റ്റോട് കൂടി എത്താൻ പറ്റി. വടപഴനി കോവിലിൻ്റെ മെയിൻ ആർച്ച് നോക്കി നടന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കിണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. കിണ്ടി 5 കിലോമീറ്റർ. ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്കും ഗിണ്ടി എന്നാണ് എഴുതുന്നത്, തമിഴിൽ കിണ്ടി, GUINDY, ഗിണ്ടി. അങ്ങനത്തെ ഈ വഴി കൂടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വടപഴനി അമ്പലത്തിലോട്ട് പോകാൻ പറ്റും. ഇതിനപ്പുറത്തായിട്ട് പോകുന്ന അവിടെ നിന്നാണ് മെയിനായിട്ടുള്ള റോഡുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള വഴി കൂടെ പോവാം. വേസ്റ്റ് ഇടാൻ വേണ്ടി ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഞാനിങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ ആയിട്ട് മെട്രോ സ്റ്റേഷൻ കാണാം. വടപളനി മെട്രോ സ്റ്റേഷൻ ഇതാ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചെന്നൈയിൽ വരുമ്പോഴത്തേക്കും തൂണുകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലെന്ന്. അത് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ അടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും ഇതാ ഇതേപോലെ തൂണുകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കുതിര വരുന്നൊക്കെ, കുതിര. ബീച്ചിലോട്ടങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കാം. അങ്ങനെ വടപളനി മെട്രോ സ്റ്റേഷൻ കണ്ടിങ്ങനെ നിന്നപ്പോഴത്തേക്കും ദയവായിട്ട് ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, അമ്മൻ കോവിൽ സ്ട്രീറ്റ് ഈസ്റ്റ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ അങ്ങോട്ട് നടന്നു പോവാം. ഇതാ ഇങ്ങനെ അകത്തോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു പറയാൻ കാര്യം, ചുമപ്പും വെള്ളയും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രണ്ടിൽ കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത് അമ്പലമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ്. വടപളനിയിലോട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട പളനി അമ്പലത്തിൻ്റെ അത്ര വലിയ തിരക്കുള്ള സ്ഥലമൊന്നും അല്ല. നിലവിൽ ഞാൻ ഇതുവരെ നടന്നു വന്ന് കണ്ടതിൽ വെച്ചുള്ള കാര്യമാണ് പറയുന്നത്. അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പോയി നോക്കാം. ഇവിടെ അമ്പലത്തിൽ നേർച്ച കൊടുത്തിരിക്കുന്ന പശുക്കളാണോ എന്നറിയാൻ വയ്യ. കെട്ടിയിട്ടിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ നേർച്ച കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണാം. ഇതിവിടെ വളർത്തുന്നതായിരിക്കാം. കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാം. പെട്ടെന്ന് തിരിഞ്ഞൊന്നും വരുത്തില്ല. അങ്ങോട്ട് തോന്നേ നിൽപ്പുണ്ട് ഉള്ളിലായിട്ടൊക്കെ. ഇതാ ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഈ വഴി വന്നൊരു റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഗോപുരം കാണാൻ പറ്റുന്നുണ്ട്. അതിന് മുന്നിലായിട്ട് പന്തലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഗോപുരത്തിൻ്റെ ശരിക്കുള്ള വ്യൂ കിട്ടുന്നില്ല. അപ്പോൾ ഈ വഴി നേരെ ചെല്ലുന്നതാണ് റോഡിലോട്ടുള്ള മെയിൻ എൻട്രൻസും എക്സിറ്റും എല്ലാം. അപ്പോൾ ഞാൻ വന്നത് ഇത് ഷോർട്ട് കട്ടാണ്. ഇവിടം വരെയൊക്കെ വണ്ടികൾക്കെല്ലാം വരാൻ പറ്റത്തുള്ളൂ. ബാരിക്കേഡെല്ലാം വെച്ച് മറച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ വടപളനി അമ്പലത്തിൻ്റെ ഗോപുരത്തിനടുത്തോട്ട് പോകുമ്പോൾ ഇതാ കണ്ടില്ലേ, സാധാരണ നമ്മൾ അമ്പലങ്ങളിലെല്ലാം കാണുന്ന ടൈപ്പ് കച്ചവടങ്ങളെല്ലാം ഇവിടെയും ഉണ്ട്. ഈ കാണുന്ന ഈ ഒരു പന്തലില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ഗോപുരത്തിൻ്റെ ശരിക്കുള്ളൊരു വ്യൂ കിട്ടിയേനെ. ഏകദേശം കിട്ടുന്നുണ്ട്, ദൂരെ നിന്നുള്ളൊരു വ്യൂ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും കൊള്ളാം ഈ ഒരു വൈബേ. ഒരുപാട് തിരക്കുകളൊന്നുമില്ല, ശാന്തമായിട്ടുള്ളൊരു സമയം. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇവിടെ ഈ സീസൺ സമയത്തെല്ലാം നല്ല തിരക്കായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് ചെയ്തിരിക്കുന്ന ആ ഒരു സംവിധാനമാണിത്. ഇത് ഉരുട്ടി നീക്കാൻ പറ്റും. ആവശ്യാനുസരണം എങ്ങോട്ട് വേണമെങ്കിലും ഈ ഒരു സംവിധാനം അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ടെക്നിക്ക് കൊള്ളാം. ഇവിടെ ഈ അമ്പലത്തിന് പുറത്തായിട്ട് തന്നെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അതും കൊള്ളാം. അങ്ങനെ ഞാൻ വടപളനി അമ്പലത്തിനടുത്ത് നിന്നും നേരെ റോഡിലോട്ട് നടക്കുവാണ്. ഇവിടുത്തെ സിനിമാ താരങ്ങളുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമെല്ലാം ഈ അമ്പലം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴി നേരെ പോകുമ്പോഴത്തേക്കും റോഡുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും വേറെ ഒരു ശിവൻ കോവിൽ ഇതിനടുത്തായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു പരിസരത്തോട്ടൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ നടന്ന് റോഡിലോട്ട് എത്താറായി. ഇവിടേക്ക് ആയിട്ട് കൈനോട്ടം ഹസ്തരേഖാ ശാസ്ത്രം, അത് തന്നെ കൈനോട്ടം എന്ന് പറയുന്നത് എളുപ്പം. ഇതാ കണ്ടില്ല, ഇവിടെ കൈ നോക്കുന്നൊരു അമ്മ ഇരിപ്പുണ്ട്.
അവർക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഈ കാണുന്ന ആർച്ചിന് പുറത്തോട്ട് പോവാം. ഇതുവഴിയാണ് ശരിക്കും ഉള്ളിലോട്ട് വരേണ്ട വഴി. നമ്മൾ നേരത്തെ ഷോർട്ട് കട്ടാണ് വന്നത്. അപ്പോഴെന്തായാലും തിരിച്ച് വന്ന വഴി ഈ ഒരു ആർച്ച് നല്ലപോലെ കാണാൻ പറ്റി. വെയിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് തന്നെ അടിക്കുന്നത്, അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. കയറി വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഹാരക്കടയൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, പലതരം ഹാരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ റോഡിലോട്ട് വന്നപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ മെട്രോ തൂണാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഈ MIT കണ്ടിട്ട് ഒരുപാട് നാളായി. ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ പോലും ഇല്ലെന്നാണ് തോന്നുന്നത് MIT. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് വലിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോഴെന്തായാലും നമുക്കിതാ ഇവിടെ ആയിട്ടൊരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിനകത്തോട്ട് പോകുന്നതാണ് ഞാൻ പറഞ്ഞ ശിവൻ കോവിൽ. എന്തായാലും പോയി നോക്കാം. ഇപ്പം സമയം വൈകുന്നേരം 6:15 ആയിട്ടുണ്ട്. നേരം ചെറുതായിട്ട് ഇരുട്ടി വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അങ്ങനെ വണ്ടികളൊക്കെ പറന്ന് വരിക. അങ്ങനെ നടന്നതാ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ കറക്റ്റ് ഫ്രണ്ട് സൈഡ് എത്തിയിരിക്കുവാണ്. ഗോപുരം നല്ല ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് നടക്കണം. കണ്ടില്ലേ, കുറച്ച് ബാക്കിലോട്ട് നിൽക്കുമ്പോഴേ ഗോപുരം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോഴേ ഈ ഗോപുരത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് റോഡ് കാണാം. ഈ റോഡ് നേരെ ചെല്ലുമ്പോഴായിരിക്കാം ആർച്ച് ഉള്ളത്. ആർച്ച് ഉണ്ടോയെന്ന് ഉറപ്പില്ല. എന്തായാലും ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങ് അറ്റം വരെ ഞാൻ നടക്കുന്നില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ശിവൻ കോവിൽ. ശിവമയം എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ പരിസരത്തു നിന്നൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ശ്രീ ഗണേഷ് ഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, ഒരു പഴയ ബോർഡൊക്കെ വെച്ചിട്ട്. എന്തായാലും നമുക്ക് ഇവിടെ കയറി ചായയോ അല്ലെങ്കിൽ ദോശയോ എന്തെങ്കിലും കഴിക്കാം. എന്തായാലും കൊള്ളാം ഈ ഒരു ആംബിയൻസ്. അങ്ങനെ നമ്മുടെ പ്ലെയിൻ ദോശ വന്നിട്ടുണ്ട്, 70 രൂപ. കഴിച്ചു നോക്കുന്നതിന് മുമ്പ് റേറ്റ് അങ്ങ് പറയുക അല്ലേ. കൊള്ളാം, കാണുമ്പോൾ തന്നെ അറിയാം കൊള്ളാമെന്ന്. പക്ഷേ പ്ലെയിൻ ദോശയ്ക്കൊന്നും 70 രൂപയൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ദോശയെല്ലാം കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നടന്നതായി ഇവിടെ വടപ്പളനി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് മെട്രോ കയറിയിട്ട് ഞാനങ്ങ് റൂമിലോട്ട് പോവുകയാണ്. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള റൂമിലോട്ട് പോയി സ്റ്റേ ചെയ്യുവാണ്. ബാക്കി കാര്യം നാളെ തീരുമാനിക്കാം. അപ്പോഴെന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.